പീരിയഡ്സ് ഒരു 2-3 ദിവസം ഡിലേ ആകുന്ന സമയത്ത് ചില ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരാഴ്ചയായിട്ട് പീരിയഡ്സ് ആയിട്ടില്ല, ഞാൻ പ്രഗ്നന്റ് ആവുമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ എന്റെ പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി നമ്മൾ ബേബി പ്ലാനിങ് ചെയ്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിസ്ഡ് പീരീഡ് എന്ന് പറയുമ്പോൾ അവരത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പീരീഡാണ്, ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പീരിയഡ്സ് കറക്റ്റ് ഡേറ്റിന് അല്ലെങ്കിൽ 28ാമത്തെ ദിവസം അപ്പിയർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പീരിയഡ്സ് വന്നിട്ടില്ലെങ്കിൽ അതൊരു പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്ന് ധരിച്ച് അതിൽ അമിതമായിട്ട് നമ്മൾ സന്തോഷിച്ച് പിന്നീട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കരമായൊരു സങ്കടത്തിലേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പീരിയഡ്സ് ഡേറ്റ് ആയിട്ടും പീരിയഡ്സ് ആവാത്ത ആളുകൾ ഒരു 1 വീക്കൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം കാർഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിലും നെഗറ്റീവ് ആണ് എങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം എന്ന് തോന്നുന്നു. പിന്നെ ഈ നമ്മൾ മനസ്സിലാക്കുക പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ മാത്രമല്ല പീരിയഡ്സ് ഡിലേ ആവുന്നത്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പീരിയഡ്സ് ഡിലേ ആവാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വന്ന ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ പെട്ടെന്ന് ഓവർ വെയിറ്റ് ആവുകയും അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്ത ആളുകളാണെങ്കിൽ, നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ ജീവിത സാഹചര്യത്തിലോ അല്ലെങ്കിൽ കൂടുതൽ യാത്രകളൊക്കെ ചെയ്തൊരു സമയമാണെങ്കിൽ, ക്ലൈമറ്റ് അപ്പാടെ മാറിയ ഒരു സമയമാണെങ്കിൽ, ഭയങ്കരമായിട്ട് വല്ല ആങ്സൈറ്റി മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉള്ള ടൈമാണെങ്കിലൊക്കെ ഇത്തരം നിസ്സാര കാര്യങ്ങൾ കൊണ്ടുവരെ പീരിയഡ്സ് ഡിലേ ആവാം. അപ്പൊ എപ്പോഴും പീരിയഡ്സ് ഡിലേ ആകുന്ന ആളുകൾ, എസ്പെഷ്യലി പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്ന ആളുകൾ ഓവർ ഒരു പ്രതീക്ഷ അതിന് കൊടുക്കരുത്. പിന്നെ അതിന് വലിയൊരു സങ്കടത്തിലേക്ക് പോകുമെന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക.